ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഗോവയിലെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തിരിച്ച് ബാക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം തോണിച്ചട്ടയുണ്ട്, പിന്നെ അനുപേട്ടന് അവരെല്ലാം വണ്ടിയിൽ, നമ്മൾ വന്ന വണ്ടി പോലെ എണ്ണൂറിൽ, നമ്മുടെ എണ്ണൂറിൽ. അപ്പം അവർ പോവുകയാണ്. നമുക്കൊന്ന് സ്റ്റുഡിയോയിൽ കയറണം, അതിലേക്കൊക്കെ ഡ്രസ്സ് എടുക്കാണ്ട്. എന്നിട്ട് നമ്മൾ നേരെ പോവുകയാണ്. ഇനിയിപ്പം കണ്ണൂർ നിർത്താൻ, കണ്ണൂർ അനുപേട്ടന് ഇറങ്ങണം. എന്നിട്ട് നമ്മൾ നേരെ കട്ടപ്പനയ്ക്ക് പോവുകയാണ്. എന്തായാലും നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെല്ലൈക്കൺ അമർത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. എന്തെങ്കിലും അറിയുന്നുണ്ടോ നോക്കി? അപ്പം പെട്രോൾ അടിക്കാൻ വേണ്ടി നമ്മൾ ഗോവയിൽ നിന്ന് പോവാണ്. അപ്പം പെട്രോൾ ഇവിടുന്ന് ഫുൾ ടാങ്ക് ആക്കിയിട്ട് പോകുന്നോർത്ത് ഇവിടെ റേറ്റ് നല്ല വ്യത്യാസമുണ്ട്. നിലവിൽ എന്നാണ് റേറ്റ്? 96 മറ്റേ റേറ്റ് എത്രയാടാ? ये ताड़ दे दो। अरे पेट्रोल का कितना रुपीस, लीटर का कितना? 96. हाँ 96 രൂപ കേട്ടോ ഇവിടെ പെട്രോളിന്. ഡീസൽ का ഡീസൽ 88. ആ ഓക്കെ, 88. ഡീസലിന് 88. പത്രം വ്യത്യാസമുണ്ട് കേട്ടോ നമ്മുടെ നാടുമായിട്ട്. എന്തായാലും ഫുൾ ടാങ്ക് അടിക്കാമെന്ന് 2500 അല്ല, ഇത്ര ആവത്തില്ല ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും പോയേക്കാൻ നോർത്തു, ഡീസൽ അടിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് എന്തായാലും കണ്ട് കാണിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, ഈ വീഡിയോ നമ്മളെന്തായാലും നാളെ എത്തുള്ളൂ. നാളെ പാച്ചുവിൻ്റെ ബർത്ത്ഡേ, അതായത് ചേട്ടൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ എത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സർപ്രൈസ് ആയിട്ടായിരിക്കും ഞാൻ അവിടെ എൻട്രി ചെയ്യാം. അപ്പം പറ്റുമെങ്കിൽ ആ വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. വലിയ വീഡിയോ ആയില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അവരും പെട്രോൾ അടിക്കും കേട്ടോ. ഞങ്ങൾ പോവാണ്. ബൈ സ്റ്റാൻഡ്. കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. നമ്മൾ ഇവിടെ ചെക്കിങ് ചെയ്യാം കേട്ടോ. നമ്മൾ ഗോവയുടെ ബോർഡർ ചെക്കിങ് ആണ് കണ്ടോ. ഇപ്പം നിലവിൽ ഇത് കർണാടക സ്റ്റേറ്റ്, ഇത് കർണാടക, അത് ഗോവ. അപ്പം ഗോവയിൽ നിന്ന് ഇത് കൂട്ടി ചെയ്യണം. അപ്പം നോർമലി അവിടെ നിന്ന് വരുന്നത് ചെക്കിങ് ഉണ്ടാവും. അത് നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കിയാണ്. അപ്പോൾ ഞാൻ ഗോവ ഫസ്റ്റ് ടൈം കേട്ടോ. അപ്പം ഗോവയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഗോവ പോലീസ് നമ്മൾ ചെക്ക് ചെയ്തു. നമ്മുടെ ഈ വണ്ടി ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ടോണിനൊന്നും ചെക്ക് ചെയ്ത് അവർ വിളിച്ച് പറയണ്ട. ടോണിനൊന്നും ചെക്ക് ചെയ്തില്ല, ജിമ്മിന് ചെക്ക് ചെയ്തില്ല. അപ്പോൾ അവിടെ നിന്ന് അത് ചെക്ക് ചെയ്തു. തൊട്ടിപ്പുറം വന്ന് കർണാടക സ്റ്റേറ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ആയിരുന്നു, അവിടെ ഞങ്ങൾ ബാഗ് ഫുള്ള് ചെക്ക് ചെയ്തു. അപ്പം ഇങ്ങനെ ഗോവ പോയിട്ട് വരുന്ന ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്തു. ചെക്കിങ് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കട്ടെ, പെർമിഷൻ ചോദിച്ചു. അവർ പറഞ്ഞു വീഡിയോ എടുക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോ എടുത്തില്ല. ഇപ്പോൾ നമ്മളവിടെ നിന്ന് കഴിഞ്ഞു. നമ്മളിപ്പോൾ നിലവിൽ കർണാടക ബോർഡർ കഴിഞ്ഞു. അതിപ്പോൾ കർണാടകയിലാണ്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. ഒത്തിരി വലുതായിട്ട് വലിച്ചു നീട്ടുന്നില്ല വീഡിയോ, കാരണം ഞാൻ പറയില്ല മറ്റേ ബർത്ത്ഡേയുടെ പാർട്ടി ഉണ്ടെങ്കിൽ മേ ബി അതും കൂടെ കാണിക്കും. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ പിടിക്കത് കടലൈ നരെ വന്ന പിറകെ இப்போதின் இன்பம் யாவுமே நாளை
ചായ കുടിക്കാണ്ട് ഇറങ്ങിയതാണ്. ഏറെക്കുറെ 5 മണി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ. വെള്ളം കറിയില്ല, നല്ല സ്ഥലമല്ല കാണാൻ. ഇവിടെ ചായ കുടിക്കാണ്ട് ഇറങ്ങി. വണ്ടിയുടെ കോളം നോക്കി. കഴിഞ്ഞ ദിവസം ഡ്രിഫ്റ്റിങ്ങിൻ്റെ കേട്ടോ സൈഡിലെ ചെളി അത് ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് ബാക്കി സംസാരം. ഇവിടുത്തെ ചായ ഉണ്ടോ? കാണുമ്പോൾ വലിയ ഗ്ലാസ് ആയിട്ട് തോന്നും. കുഞ്ഞും ഗ്ലാസ് ആയിട്ട് തോന്നുന്നു. 2 വിരളിൻ്റെ അത്രേ ഉള്ളൂ. ചായ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇവിടുന്ന് അടുത്താണ് മറ്റേ മണ്ണിടിഞ്ഞ സ്ഥലം. ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെയാണ്. അപ്പം അവിടെ മണ്ണിടിഞ്ഞിരിക്കുന്നത്. ഇവിടെ പല സ്ഥലങ്ങളിലും ഈ മണ്ണിടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഏറെക്കുറെ റോഡ് ബ്ലോക്കാണ്. ഇപ്പോൾ ഇവിടുന്ന് തിരിച്ചു വിടുകയെന്നാണ് പറഞ്ഞത്. ഏറെക്കുറെ 10-12 കിലോമീറ്ററിനടുത്തേ ഉള്ളൂ നമ്മളാ മണ്ണിടിഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ എന്നാലും പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കട്ടോ. അപ്പോൾ നമ്മൾ നിലവിൽ ഇവിടെ ഹൈവേ നമ്മളെ ഇപ്പോൾ ഇതിലേക്കൂടെ കയറ്റി വിട്ടു. ഈ റോഡ് നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ട്രക്ക് അപകടത്തിൽപ്പെട്ട സ്ഥലം അതിലാണ് പോവുക. അപ്പം നമ്മളെ ഡൈവേർട്ട് ചെയ്ത് നമ്മൾ നേരെ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഉള്ള റോഡിൽ വരും. എന്നിട്ട് നമ്മൾ ആ ഹൈവേയിലോട്ട് വീണ്ടും വരും. അപ്പം അങ്ങനെയാണ് പോകണത്. അപ്പോൾ നമ്മൾ ഇതിലേ വരേണ്ടത് ഇതിലേ കൂടെ ആയി. അപ്പം എന്തായാലും നമുക്ക് നോക്കാം ആ വഴി പോകുമ്പം എന്താണ് അവിടുത്തെ അവസ്ഥ. ഇപ്പം ഇതിലേ കൂടെയാണ് റോഡ് നമ്മുടെ ട്രക്ക് കാര്യങ്ങളെല്ലാം തിരിച്ചു വിടണേ. അപ്പോൾ ഇതിലേ കൂടെയാണ് നിലവിൽ വണ്ടി കാര്യങ്ങളെല്ലാം പോകണത്. ഇപ്പോൾ വിഷ്വലും കാര്യങ്ങളൊന്നും ക്ലിയർ ആവില്ല. ഇപ്പോൾ സമയം 6:15 അടുത്തായി. എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ കാണിക്കാം. വണ്ടി അവിടെ വരെ പോകത്തുള്ളൂ. ആക്ച്വലി നമ്മൾ കാണിച്ചത് മണ്ണിടിഞ്ഞ് കിടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനേറെ അടുത്തായി. ഇവിടുന്ന് 2 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അടുത്ത് അങ്ങോട്ടുള്ളൂ. ഒരു വണ്ടി ഉണ്ടോ സൈഡ് ചെരിഞ്ഞിട്ട് ഒരു വണ്ടി അവിടെ കിടക്കണുണ്ടോ. ഇവിടെ ഞാരോ റോഡാട്ടോ. ഒരു വണ്ടിക്ക് കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോകാല്ലേ. ചെറിയ വണ്ടിയൊക്കെ ആണ് 2 പോകും. അടിപൊളി റൈഡാണ്. വെള്ളം കുടിച്ച് ഞങ്ങൾ വരുന്ന കേട്ടോ. ഫുള്ള് പച്ചവെള്ളം. അപ്പോൾ ഇതുകൊണ്ട് വണ്ടി എടുക്കണുണ്ടോ? വണ്ടി അടുത്തേക്ക് ആൾക്കാർ കൊടുക്കണം. ഫ്രണ്ടിൽ ബ്ലോക്കാണ് കേട്ടോ. 2 തമ്മിൽ ബ്ലോക്ക് ആക്കിയിട്ടേക്കാണ്. 2 ബസ്സുകൾ തമ്മിൽ ബ്ലോക്ക് ആക്കിയിട്ടേക്കാണ്. എന്താ ഇങ്ങനെ ഇട്ടേക്കുന്നതിൻ്റെ കാര്യം എന്താ? ഇതുകൊള്ളാലോ വിളി. ബസ്സിൽ ഡ്രൈവറും ഇല്ലേ? ഇതാണ് നാരോ റോഡാട്ടോ. 2 അടുത്തും ഈ ചെറിയ റോഡാണ്. അപ്പോഴത്തെ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഞാനേ മറ്റേ വണ്ടിയുടെ വീഡിയോ കാണിച്ചിട്ടോ. ആ പിക്കപ്പിൻ്റെ അടുത്ത് നീ കയറിയിരുന്നോ? വണ്ടി ഇപ്പോൾ
രണ്ട് റിവേഴ്സ് എടുക്കുന്നുണ്ട്. ഞാൻ തന്നെ കുത്തിക്കും അങ്ങോട്ട്. അവിടെ നിന്ന് ആ ജീപ്പ് ബസ് കേൾവണ്ടി കേൾവണ്ടി കേട്ടോ. കേൾവണ്ടി കാണുമ്പോൾ ഒരു സമാധാനം കേട്ടോ. സൈഡ് കൊടുത്താന്ന് തോന്നുന്നുണ്ട് വണ്ടി. കേൾവണ്ടി ഉറങ്ങി കിടപ്പുണ്ട് അവിടെ. ആ കേരളം ഇതിൻ്റെ ഫ്രണ്ട് തൊട്ട് ഫ്രണ്ട് കിടക്കുന്ന വണ്ടി. ഇത് കൂട്ടടാ 407. ജസ്റ്റ് മിസ്സാട്ടോ. ഇങ്ങനെ ഫുൾ ലോഡ് ജസ്റ്റ് മിസ് നിൽക്കണം. അപ്പോൾ ദേ ബ്ലോക്ക് മാറി. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് പക്വമൊക്കെ ജിമിനിയായിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. ബ്ലോക്ക് പെട്ടെന്ന് മാറി. ഇവിടെ സൈഡിൽ ലെഫ്റ്റ് പക്വൊക്കെ അവിടെ നിൽക്കൊണ്ട് കേട്ടോ. ഞങ്ങൾ ഓടുവേ. അയ്യോ അയ്യോ എടാ വീക്കൂട്ടം പോവാ. അയ്യോ സൂക്കടായിരുന്നല്ലേ. എല്ലാവരും ഉറക്കമൊക്കെ പോയില്ലേ? ഉറക്കം വരുമ്പോ ഒരാൾ വണ്ടി ഓടിക്കും, ഒട്ടും ഉറപ്പില്ലാത്ത ഒരാള്, ബാക്കി 3 പേര് ഇറങ്ങി ചെറുതായിട്ട് നടക്കുക. അയ്യോ വണ്ടി എത്തി. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിഷ്വൽ കാണിക്കാം കേട്ടോ. അത്യാവശ്യം കണ്ടോ. എടാ വെട്ടമുള്ളതെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം വെട്ടമുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. വെള്ളം കയറാൻ വേണ്ടി സമയം അവിടെ കേട്ടോ മണ്ണിടിഞ്ഞത്. വെട്ടം കാണുന്നുണ്ടോ? തെരച്ചിൽ നടത്തുന്നിടത്ത വെട്ടം കാണുന്നു. ഇപ്പൊ കാണത്തില്ല. ഇതുകൊണ്ടോ? ഇതാണ് പുഴ. റൈറ്റ് സൈഡിലാണ് മണ്ണിടിഞ്ഞേക്കുന്നത്. ഒരു 500 മീറ്റർ പോലും ഇല്ല അവൻ പാസ് ചെയ്തിരുന്നെങ്കിൽ. അത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അവിടെ ആണ് മറ്റേ മണ്ണിടിഞ്ഞ സ്ഥലമൊക്കെ വന്നേക്കണേ. അത്യാവശ്യം എന്താ പുഴ നല്ല രീതിക്ക് നിറഞ്ഞാണ് ഒഴുകുന്നത്. നമ്മൾ ന്യൂസിലൂടെ കേൾക്കുമ്പോൾ ഒരു 6 മണിക്ക് ഇത് നിർത്തുന്നു, അല്ലെങ്കിൽ വെള്ളം കൂടുതലാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളത്ര കാര്യം എടുക്കും. പക്ഷേങ്കിൽ ആ പുഴ നല്ല രീതിക്ക് നിറഞ്ഞു. അത്യാവശ്യം നല്ല ഭയങ്കര വലുപ്പമുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ അതിൻ്റെ തീവ്രത മനസ്സിലാവുള്ളൂ. അപ്പം മഴയാണ്, ഭയങ്കര മഴയാണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പോലും പറ്റില്ല. അതുകൊണ്ടോ നമ്മൾ ആ ഷോർട്ട് കട്ടൊന്നും ഇപ്പോൾ മഴയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഇതിനോട് എടുക്കാറായപ്പോൾ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആണ്. ഇപ്പോഴും ഭയങ്കര മഴയാണ്. നമ്മൾ വൈപ്പർ ഫുൾ സ്പീഡിലാണ് ഇട്ടേക്കുന്നത്. അപ്പം അതുപോലെ മഴയും കാര്യങ്ങളാണ്. അപ്പം ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇവിടെ തെരച്ചിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താവും നമുക്ക് കണ്ടറിയാം. എന്തായാലും ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പം ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് ഏതുള്ള ദിവസം? വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ച. ഇന്നും ന്യൂസ് നോക്കിയപ്പം വണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അതുവരെ വണ്ടിയുടെ ക്യാബിലോട്ട് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ള ന്യൂസ് തന്നെയാണ് നിലവിൽ അറിഞ്ഞേക്കുന്നത്. അപ്പം എന്തായാലും നമുക്കിനി മുന്നോട്ട് പോകുന്നത്, എന്തായാലും ലൈറ്റും കാര്യങ്ങളെല്ലാം പോയി. ഫോണിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കാഴ്ചകളുണ്ടെങ്കിൽ വീഡിയോ ബാക്കിയായിട്ട് കാണിക്കാം.
ഇല്ലെങ്കിൽ നമ്മുടെ ഇനിയിപ്പം എന്തായാലും നാളെ ഉച്ചയൊക്കെ ആവും നമ്മൾ എത്തുമ്പോഴത്തേക്ക്. നാളെ വൈകിട്ടൊക്കെ ആവും എത്തുമ്പോഴത്തേക്ക്. അപ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, കഴിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ വലുതായിട്ടൊന്നും കാണിക്കാൻ ഉണ്ടാവില്ല. നമ്മളെന്തായാലും ഹൈവേയിൽ കയറി എന്തായാലും നമ്മൾ നേരെ പോവുകയാണ്. എന്തായാലും കാര്യങ്ങളുണ്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ കുറേ ദൂരമായിട്ടോ ഇങ്ങനെ വണ്ടികൾ പിടിച്ചിട്ടേക്കണേ. നല്ല ദൂരത്തിൽ വണ്ടികൾ പിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ എണ്ണ വഴിയിൽ ചെറിയ വഴിയാണ് നമ്മളിപ്പോൾ വന്ന വഴി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ കൂടെ ഈ വണ്ടികൾ പോയില്ലാത്തതുകൊണ്ടാവും മേ ബി പിടിച്ചിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ അവിടെ ക്ലിയർ ചെയ്തിട്ട് വേണം. ഓ ഇത് ഒത്തിരി ഉണ്ടല്ലേ. ആ വണ്ടികൾ മേ ബി കുറേ ദിവസമായിട്ട് ഇവിടെ കിടക്കണമായിരിക്കും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് തന്നെ ഒരു 100-300 മീറ്റർ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് തന്നെ. ഇതിപ്പോൾ നോക്കി കിടക്കണോ നോക്കി. ഇവരൊക്കെ അവസ്ഥയല്ലേ. എന്റെ മോനെ നോക്കിയടാ, കിടക്കണ നോക്കിയടാ. എടാ വണ്ടി കിടക്കണ നോക്കിയടാ, എന്ത് ദൂരത്തിലാന്ന്. ഞാൻ തോടം കൊണ്ട് തീർന്നു. ആ ഞാനതല്ല ഓർക്കണേ, ഇവരിനി എത്ര ദിവസം ഇവിടെ കിടന്നാലാ അല്ലേ. ആ വഴി ക്ലിയർ ചെയ്തിട്ടല്ലേ ഇനി ഇവരെ കയറ്റി വിടുള്ളൂ. ആ എന്നിട്ട് ഈ വണ്ടികളൊന്നും കയറ്റി വിടാതെ നമ്മൾ അത്രയും ബ്ലോക്കിൽ അവിടെ കിടന്നത്. ശരിയാ, അവിടെ 2 വണ്ടി വന്നാൽ കടന്നു പോകാനുള്ള സ്ഥലമില്ല അവിടെ. ഇപ്പൊ തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റിന്റെ മുകളിലും കണ്ടായിട്ടാ. 2.5 മിനിറ്റ്. അയ്യോ എടാ ഇത് തീരുന്നില്ലടാ. ആ ഞാൻ ആദ്യം കണ്ടപ്പോ ഞാനോർത്ത് കുറച്ച് വണ്ടികളെ കാണുള്ളൂ എന്ന് ഓർത്തു. ഇത് നോക്കിയത് തീരണില്ല. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇല്ലടാ ഞാൻ ഇവിടെ അയ്യോ ഇവിടെ വരെ ഉണ്ട് കേട്ടോ ലോറീസ്. ഇല്ല എത്ര ഉള്ളൂ തോന്നുന്നു. അപ്പോൾ ഏറെക്കുറെ ഒരു 3-4 കിലോമീറ്റർ വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. എനിക്കൊന്നും അതിനെ വണ്ടി വിടാതെ ഈ വണ്ടികളെ ചെറിയ വഴി കൂടെ കയറി പോവുക. പിന്നെയുള്ള വേഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വഴി തന്നെയാണ്. അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിലെ കൂടെ വണ്ടി എന്താ വിടാനും പറ്റില്ല. അപ്പോൾ അവിടുത്തെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കും പോകാൻ പറ്റുള്ളായിരിക്കും കേട്ടോ. ഇതല്ലേ എന്തായാലും നമുക്ക് നോക്കാം. മുന്നോട്ട് പോയിട്ടുള്ള എന്തായാലും വീഡിയോസ് കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ കാണിക്കാം. ഞാനിത് ജസ്റ്റ് കണ്ടപ്പോൾ കാണിച്ചതേ ഉള്ളൂ. ആ പറഞ്ഞോണ്ടിരുന്ന ടൈമില് ഇവിടെ ഒരാള് ഗ്ലാസ് താത്തു. കറക്റ്റ് അതിന് പോയ വണ്ടി മുഖത്ത് വെള്ളം അടിച്ച് കളിച്ചിട്ട് പോയിട്ടുണ്ട്. കറക്റ്റ് വെള്ളം നിറഞ്ഞതാ, ഫുള്ള് വെള്ളം. കറക്റ്റ് ഗ്ലാസ് താത്ത് തീരെയും അടിക്കും. താത്ത് കൊണ്ടത് വെള്ളം ഇങ്ങനെ വരുമായിരുന്നു. അപ്പോ എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഞങ്ങള് ഇവിടെ ഒരു ടോളിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ടോളിൻ്റെ അവിടെ എത്തിയപ്പോൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ നമ്മുടെ വണ്ടിയുടെ കോല നോക്കി എല്ലാവരും അതിശയിച്ച് അതൊക്കെ നമ്മുടെ വണ്ടി കിടപ്പം. പിന്നെ വീട്ടിൽ നിന്ന് ഇപ്പം തന്നെ വിളിച്ചിട്ടുണ്ടായി വരുമെന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു വരില്ല, ശനിയാഴ്ച ആവുമെന്ന് പറഞ്ഞു. അവരുടെ ഡ്രസ്സൊക്കെ എടുത്തു എന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എത്തത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. നമ്മൾ സർപ്രൈസ് ആയിട്ട് ചെല്ലും. അതിൻ്റെ വീഡിയോ പുറകിന് വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പം ചുമ്മാ ഇവിടെ നിർത്തിപ്പിച്ചിട്ട് വീഡിയോ എടുത്താണ്. മത്തായി വാഷ് ചെയ്യണം. മത്തായും ശ്രീകുണും കൂടെ അവിടെ ചായ കൊണ്ടിട്ടുണ്ട്. ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഞങ്ങൾ പോവാണ്. വഴിക്ക് വെച്ച് ഞങ്ങൾ പപ്പുവിനെ കണ്ടിരുന്നത്. അവരിപ്പോൾ ജസ്റ്റ് പാസ് ചെയ്തോളൂ. റീസെൻ്റ്ലി ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. നമ്മളെന്തായാലും തലശ്ശേരിയിലാണ് അനുവേണ്ട വീട്.
അപ്പോൾ അവിടെ എന്തായാലും ഇറങ്ങുന്നുണ്ടായിരിക്കും തോന്നുന്നു. സമയം നോക്കിയിട്ട് അതിനനുസരിച്ച് നോക്കത്തുള്ളൂ. എന്തായാലും ചായ കുടിക്കട്ടെ, ചായ കുടിച്ചിട്ട് ബാക്കി പറയാം. ലാസ്റ്റ് ഞങ്ങൾ കേരളത്തിലെത്തി. കേരളത്തിട്ടാ നമ്മൾ അല്ലെ കാസർഗോഡ് എത്തി. കേരളത്തിടാ കേരളത്തിൽ ഞാൻ കണ്ടായിരുന്നു. കേരളമായി നിന്റെ ഭാഷയ്ക്ക് എന്നാ പറ്റി? ഞാനിപ്പോ ഹിന്ദി സംസാരിച്ചു ഹിന്ദി സ്റ്റൈലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ മലയാളികളോട് സംസാരിച്ചു. നിന്റെ ഓള് കാണാം പാലിക്കര അല്ല വേറെ കാണുമായിരിക്കും ചിലപ്പോൾ. അപ്പം ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഇനി അനുപേൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പം അനുപേൻ്റെ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷം കാണാം. കേരളത്തിൽ വന്നിട്ട് 500 രൂപ കടിച്ചു. ഇത്ര ദിവസം ഫുൾ ടാങ്ക് ആയിരുന്നു. അത്തായി കേരളത്തിൽ വന്ന് കയറിയ വെച്ച് തുടങ്ങിയോ? പിന്നെ ഇനി 500 രൂപയ്ക്കുള്ള അടിക്കാൻ പാടില്ല. കണ്ട ജ്യൂസ് കുടിക്കാറുണ്ട്. ലാസ്റ്റ് വന്നപ്പോൾ അവിടെ ഈ പഴംപൊരിയും ബീഫും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് എന്നൊരു വീഡിയോ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോണേ. നമ്മൾ പോകുന്ന വഴിക്ക് പ്രമോഷൻ കാര്യങ്ങളും അങ്ങനെയൊന്നുമല്ല. പോകുന്ന വഴിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ എന്താ അവിടുത്തെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര വെറൈറ്റി കുഞ്ഞിക്കടയാണ്. അപ്പോൾ ഇവിടെ കോതമംഗലത്ത് ബൈപ്പാസ് ഇരിക്കണം. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ തോന്നി. ഇതിൽ നമ്മുടെ മൂന്നാർ പോകുന്നവരുണ്ടെങ്കിൽ എറണാകുളത്ത് നിന്ന് മൂന്നാർ പോകുന്നവരുണ്ടെങ്കിൽ കോതമംഗലത്ത് ഈ ബൈപ്പാസ് കൂടെ ആവും പോവാം. അപ്പോൾ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. നമ്മുടെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് പാൽമുന്തിരി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അടിപൊളിയാണ്. ഒരു എന്താ പറയുക വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് കാണിക്കാതെ. പുറകിൽ മത്തായിയും ശ്രീകുണ്ടും കിടന്ന് നല്ല ഓർക്കാണ്. ചെയ്തിട്ട് വണ്ടി ഓടിക്കണം, ഞാനിപ്പോൾ ഇരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഞാൻ എന്താ ഇത് ചെയ്യണമെന്ന് ഓർത്ത് ചെയ്താൽ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് എന്നാൽ പിന്നെ എന്താ വീഡിയോ ഒന്ന് ചെയ്യാം എന്നുള്ളൊരു ഇത് എത്തിയത്. ശ്രീത്തയുടെ ഇതുവരെ കുടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അവിടെ ഇറങ്ങാൻ നോക്കി. ഞാൻ ഇവിടെ 4-5 തവണ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മൾ ഇവിടെ ബൈപ്പാസ് കയറിയുമ്പോൾ മൂന്നാറിൽ തിരിയുന്ന സ്ഥലം കേട്ടത്. മൂന്നാറിൽ തിരിഞ്ഞ് ഇവിടെ നേരെ പോകും. കട ഇതാണ് ഞാൻ പറഞ്ഞ കട. അതാണ് കട. എടാ ഇടിക്കുന്നില്ല. അപ്പം വെള്ളം കുടിച്ചിട്ടോ. വെള്ളം കുടിക്കട്ടോ. വെള്ളം കുടിക്കാം.
ഞാൻ വീഡിയോ കാണിക്കാം. ഇത് പാൽമുന്തിരി. ആ 2 പാൽമുന്തിരി കൂടെ എടുക്കും. കുടിച്ചോ കാണാം. ഉണ്ടോ? ഞാൻ കഴിച്ചോളാം. നീ കഴിക്കുന്നില്ലേ? ഞാൻ കഴിക്കുന്നു. ഞാൻ ഇവിടെ കഴിച്ചോളാം. നമ്മളെ കഴിപ്പിച്ച് തീറ്റിച്ചിട്ട് അവന് വീഡിയോ എടുക്കാൻ വേണ്ടി അല്ലാതെ കഴിക്കുന്നു കേട്ടോ. അതിൻ്റെ സാറിൻ്റെ കഴിക്കടൂ. ബിരിയാണി കഴിക്കുന്നു. ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുള്ള നൈസാട്ടെ കൊള്ളടാ കബി. ഞാൻ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടുള്ള അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളോട് ഇറങ്ങാൻ പോകുന്നത്. ഇങ്ങനെ എടുക്കുക, ഒരു ഇങ്ങനെ ഇതൊരെണ്ണം എടുക്കുക, ഒരു ദിവസം കഷ്ണം എടുക്കുക, ചാറിലോട്ട് ഇങ്ങനെ മുക്കുക, ഇങ്ങനെ എടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പൊറോട്ട ഉണ്ടായിരുന്നു കണ്ടല്ലോ. ബാക്കി കഴിച്ചിട്ട് കാണിക്കാം. ഇവിടെ എങ്ങനെയുണ്ട്? ഉള്ളത് പറയാമല്ലോ. കൊള്ളാം. ബില്ല് കൊടുത്ത് നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി പരിപാടി നോക്കാം. നമ്മൾ കഴിച്ചിട്ട് വണ്ടി ഒന്ന് കയറി. ഇനിയിപ്പോൾ നമ്മൾ വേറെ ഇടയ്ക്ക് ആപ്പോ കാര്യങ്ങളോ നടക്കുന്നില്ല. ഇടയ്ക്കൊന്ന് ഫുഡ് കഴിക്കാനും അത് കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിക്കട്ടോ. വീട്ടിൽ ചെന്ന് അവരുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും. എന്തായാലും 3 മണിയായിപ്പോൾ, 3:10 3 മണിക്ക് അവിടെ നിലവിൽ സ്റ്റാർട്ടായിട്ടുണ്ടോ. കേക്ക് 3:30 4 മണിക്കൊക്കെ കട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ചെല്ലുമ്പോൾ എന്തായാലും 5-5:30 ആവും. നമുക്ക് അന്നേരമുള്ള എക്സ്പ്രഷനെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണാം. അവരുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും എന്ന് അറിയണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് നേരെ വീഡിയോ. ഞാനേ നാളെ ചിലപ്പോഴേ വരത്തുള്ളേ. ഇവിടെ ഭയങ്കര മഴയാ. അപ്പം എല്ലാവരും പറഞ്ഞ് ഇന്നിവിടെ റൂം എടുത്ത് കിടന്നിട്ടേ. കൊടുക്ക്. ഹലോ ഉമ്മി, ഞാൻ നാളെ ചിലപ്പോഴേ വരത്തുള്ളേ. ഇവിടെ ഭയങ്കര മഴയാ. അപ്പൊ ഇവരെല്ലാം പറഞ്ഞു ഇവിടെ റൂം എടുത്ത് നിൽക്കാന്ന് പറഞ്ഞു. എന്നാ കേട്ടില്ല. 1 മാസം കഴിഞ്ഞ് വന്നാൽ മതിയെന്നോ? ശരി. നാളെ വരാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയല്ലേ. ഒന്നാമത് ഈ വണ്ടിയായിട്ടാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഭയങ്കര മഴയുവാ. മറ്റേ മണ്ണിടിച്ചില്ല കഴിഞ്ഞ ദിവസം, വാർത്ത കണ്ടില്ല, അതിലേക്കൂടെ വരുന്നത്. ഇപ്പം എല്ലാവരും പറഞ്ഞു ഭയങ്കര മഴയായതുകൊണ്ട് എന്നാൽ പിന്നെ റൂം എടുത്ത് ഇന്നിവിടെ കിടക്കാമെന്ന് പറഞ്ഞു. ശരി. ഹുസൈൻ എന്തിയേ? ഹുസൈൻ
ആ എന്നാ ശരി, ഞാൻ വിളിച്ചോളാം. എടാ നീ എന്നാ വണ്ടി ഒന്ന് കൊണ്ട് കൊടുത്തേക്കാവോ? ഹലോ എടാ അത്യാവശ്യമായിരുന്നല്ലോടാ, ഒന്ന് പെട്ടെന്ന് കൊണ്ട് കൊടുക്കാവോ? ശരിടാ ചേട്ടാ. നമ്മളവരെ പറ്റിച്ച് കൈ. അവരിതിപ്പോൾ ഓർത്തിരിക്കുന്നത് ഞാൻ നാളത്തെ കഴിഞ്ഞേ വരത്തുള്ളതാണ്. അപ്പോൾ സർപ്രൈസായിട്ട് കയറിക്കില്ല, അപ്പോൾ റിയാക്ഷൻ കിട്ടും. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? നല്ല ഐഡിയ അല്ലേ? നല്ല ഐഡിയ എനിക്കറിയാം. പക്ഷെ എൻ്റെ വീട്ടുകാർ ഇതൊന്നും വലിയ എക്സ്പ്രഷനൊന്നും കിട്ടത്തില്ല. അത് വേറെ അല്ലേ, നിങ്ങൾ കണ്ടോ, ഒരു എക്സ്പ്രഷനും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഹുസൈൻ വരുന്നുണ്ട്. ഹുസൈനോട് ഞാൻ കാര്യം വേണ്ടല്ലോ. ഹുസൈൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നൈസായിട്ട് ഹുസൈനെ കൂട്ടി വീട്ടിലേക്ക് പോകും. അതാണ് ഇപ്പോൾ എൻ്റെ പ്ലാൻ. കാരണം ഹുസൈനോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി അവിടെ ആരുണ്ടെങ്കിൽ പറയാൻ ചാൻസ്, ആരും അറിയാൻ പാടില്ല. ഹുസൈൻ അവിടെ വന്ന് വർഷോപ്പിൻ്റെ അവിടെ വന്നു കഴിയുമ്പം ഹുസൈൻ്റെ കൂടെ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഹുസൈനോട് കയറി നേരെ നമ്മൾ പോകുന്നു, സർപ്രൈസ് ചെയ്യുന്നു. പക്ഷേ വീടിൻ്റെ അവിടെ എത്തി നല്ല മഴയാണ്. അവൻ ബൈക്കുമായിട്ടാണ് വരുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞു എൻ്റെ ബൈക്ക് എൻ്റെ ഫ്രണ്ടിന് വേണം, ഒന്ന് കൊണ്ട് കൊടുക്കാമെന്നാണ് അവനോട് ചോദിച്ചേക്കണേ. നമുക്ക് നോക്കാം എന്താവും. ഹുസൈൻ പോയിട്ടുണ്ട്, വീട്ടിലോട്ട് കയറി പോയിട്ടുണ്ട്. അപ്പം അവനോട് കാര്യങ്ങൾ പറഞ്ഞു. അവനപ്പം ഞാൻ അവൻ്റെ ഒരു കുഞ്ഞ് ഇത് മേടിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ആംബുലൻസിൻ്റെ ഒരു ചെറിയ കളിപ്പാട്ടം മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അവൻ ഒരു മിനിറ്റ് കോൾ ചെയ്തു. അപ്പം അവൻ ആ കുഞ്ഞ് ഗിഫ്റ്റ് അവിടെ കൊണ്ട് കാണിക്കും. അപ്പോൾ ആ കുഞ്ഞ് ഗിഫ്റ്റ് കാണിക്കുമ്പോഴത്തേക്ക് അവർ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൊടുത്തു വിട്ടാൽ രീതിയിൽ അവനവിടെ കാണിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ അവനോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ വേറെ ഗിഫ്റ്റ് ഉണ്ട് എന്നോട് കയറി ചെല്ലും. അപ്പം അവരുടെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അവൻ അവിടെ ചെന്ന് അത് കൊടുത്ത് ഓപ്പൺ ആക്കുന്ന ടൈം ഞാൻ അവിടെ ചെന്നാൽ മതി. എല്ലാവരും പുറത്തിരുന്ന് കഴിക്കണം, പുറത്ത് ഇതിട്ടെന്നതാണ്. ഞാൻ ഇപ്പോൾ അതേ എൻ്റെ ബാഗുണ്ട്, ക്യാമറ ബാഗുണ്ട്, ഗിഫ്റ്റുണ്ട്, ഇത്ര സാധനമുണ്ട്. അപ്പോൾ എന്താകുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം എത്രത്തോളം സക്സസ് ആവും. വരുന്ന വഴിക്ക് വീട്ടിൽ വന്നിട്ട് പോകുന്നവരെ കണ്ടു. അവർ വിളിച്ച് പറയാതിരുന്നാൽ മതിയായിരുന്നു. അയ്യോ എനിക്ക് വയ്യ. എന്തായാലും പതുക്കെ നടന്ന് ഞാൻ നോക്കാം. ഹുസൈൻ വിളിക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് കാണിച്ചിട്ടേ ഞാൻ അവൻ്റെ കൂടെ പോകാത്തതിൻ്റെ കാരണം അവർക്കറിയാം ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കുമെന്ന് അവർക്കറിയാം. അപ്പം അവർക്ക് ഡൗട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ചെയ്തേ. നമുക്കെന്തായാലും ഞാൻ മുകളിലോട്ട് പോകുമ്പോൾ ബാക്കി വിഷ്വൽ കാണിക്കാം. അല്ല ഇത് ഇച്ചിരി ആലത്തുനിന്ന് ഇങ്ങോട്ട് നോക്ക്. അല്ല ആംബുലൻസ് ആംബുലൻസ് അവന്റെ മുഖമാണ് ഈ കാണുന്ന നിന്റെ മുഖമാണോ? അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് തുറക്കാൻ പറ്റും. അവന്റെ ഒന്ന് കൊടുത്തേ. അവന്റെ കൊടുത്തേ. അവന് പേടിയാ, അവന് പേടിയാ. ആംബുലൻസ് ബാറ്ററി എടാ മോനെ, എടാ എന്റെ കയ്യിൽ നിന്ന് പോവല്ലേ, നീ ഓണാക്കല്ലേ. അല്ലാതെ അവന്റെ റിമോട്ട് അത് വീഡിയോ എടുക്കും അവിടെ. അതിനകത്ത് വേറെ കാണിച്ചേ. ഇവിടെ കണ്ടോ സൈഡില് ഇല്ലേ? മേണം ചെയ്ത് ബാറ്ററി ഇടുന്ന ഷെയർ ചെയ്യണേ. എവിടെയാണേ? ഇങ്ങോട്ട് നോക്കിയേ പാച്ചു, ഇങ്ങോട്ട് നോക്കിക്കേ. ഡോറൊക്കെ തുറക്കും, ഇതൊക്കെ തുറക്കും. ആ ഇതുണ്ടോ?
എങ്ങനെയുണ്ട് ശാന്താകച്ചി അഭിയാണിച്ച് മേടിച്ചാ എങ്ങനുണ്ട് ആ അതിനു അഭിയാണിച്ച് മേടിച്ച എങ്ങനുണ്ട് അമ്മച്ചി എല്ലാരും കാണേ ഇത് അഭിയാണിച്ച് മേടിച്ച എങ്ങനുണ്ട് എങ്ങനുണ്ട് വേറെ കാണും എന്തേലും ഒന്നാമത്തെ ബർത്ത്ഡേക്ക് ആംബുലൻസോ എങ്ങനുണ്ട് എങ്ങനുണ്ടെന്നൊരു എക്സ്പ്രഷൻ ആംബുലൻസ് മേടിച്ചു കൊടുത്തോണ്ടാണ് കൊച്ചിന് ഒന്നാമത്തെ ബർത്ത്ഡേ ഞാൻ പറഞ്ഞു ഫാത്തിമാകച്ചി അഭിപ്രായം പറ അടിപൊളി ആ സനുക്കാക്ക പറ ഒരു സർപ്രൈസ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത് ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് പോകണം വീട്ടിലേക്ക്. ഞാൻ മുകളിലോട്ട് കേൾക്കുന്ന വീട് ഞാനിവിടെ നിൽക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നവരെല്ലാം എന്നോട് സംസാരിച്ചിട്ടാണ് പോണേ. അപ്പോൾ അത് മുകളിൽ നീലപ്പെടുതുണ്ടോ, അവിടെയാണ് വീട്. നമുക്ക് നോക്കാം. എല്ലാവരൊക്കെ നടപ്പുണ്ടിട്ടാ. അതൊക്കെ ഉണ്ടാവും. ഹുസൈൻ വിളിക്കണം. ഹുസൈൻ വിളിച്ചാലേ പോകാൻ പറ്റുള്ളൂ. നമുക്കതുവരെ ഇവിടെ നിൽക്കാം. അയ്യോ ഒന്നുമില്ല. എല്ലാവരും എന്ത് കഴിക്കാനാന്ന് കഴിക്കാനാന്ന് കഴിക്കാൻ പൊറോട്ടയും പത്തിരി അപ്പമായിരുന്നു. പക്ഷെ പത്തിരി തീർന്നു. ഇനി അപ്പവും പൊറോട്ടയും കോഴിക്കറിയും ഉണ്ട്. ആ ആരൊക്കെ വന്നിട്ടുണ്ട്? ആരൊക്കെ വന്നിട്ടുണ്ടെന്ന്? ഇവിടെ ഇപ്പം തമ്പി, സംജ, സാഗത, പിന്നെ മോസിനൊക്കെ വന്നിട്ട് പോയി. സാജിദ് ഉണ്ട്. എല്ലാരും പുളിയമലയും സെമീന എല്ലാം വന്നിട്ട് പോയി. ആണോ? പിന്നെ സാനിത ഊഞ്ഞാല് വെച്ചു. ഇത് ഗാലുക ആനേനെ വെച്ചുകൊണ്ട് കൊടുത്തു. തമ്പിച്ചന് ഒരു വണ്ടി വെച്ചുകൊണ്ട് കൊടുത്തു. എന്നാ ശരി, വിളിക്കാം. പിന്നെ കുറെ ഉടുപ്പൊക്കെ കിട്ടി. ആ അതല്ലേ. ശരി ശരി. ആ നാളെ വരാം. അവിടുന്ന് ഇറങ്ങിയാൽ നാളെ വെച്ചിട്ടേ ഇവിടെ വരുള്ളൂ. ഏതോ വിദേശി വഴിതെറ്റി വന്നാന്ന് തോന്നുന്നു. നോർത്ത് ഇന്ത്യൻ കണ്ടിട്ട് നോർത്ത് ഇന്ത്യൻ ലുക്കൊക്കെ ഉണ്ട്. ഹലോ, അപ്പൊ നീ നാളെയല്ലേ ഓട്ടോയ്ക്ക് കയറി ഇങ്ങനെ പറയുക. ഹലോ. ഇത് പിടിച്ചേ, ഓഫാ വീഡിയോ. ഉമ്മ അവിടെ ഫോണിൽ വെച്ചിട്ടില്ലേ? ഇന്ന് തന്നെ കഴിക്കാൻ കേട്ടോ. ഉമ്മ അവിടെ ഫോണിൽ വെച്ചിട്ട് ഇന്ന് തന്നെ കഴിക്കാൻ. പൊറോട്ടയല്ലേ? ആ എടാ, നീ നാളെയല്ലേ വരുന്നേ? വീഡിയോയും കൂടെ നീ നാളെ വരികയല്ലേ? അപ്പം കേട്ടോ, സംസാരിക്കാം. അപ്പം നീ യൂട്യൂബ് വരും. സൂം ചെയ്യാൻ പറ്റത്തില്ല. ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ പാച്ചന്റെ ബർത്ത്ഡേ ആണ്. ഇപ്പോഴൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതെന്നാ സാധനമാ? ഇതാരും മേടിച്ചോ? ഉപയോഗിക്കാൻ കണക്കാക്കി മേടിച്ചല്ലേടാ. No.
വലിയ പിള്ളേർക്കാണ് ഇത് മനസ്സിലാക്കുന്നത്. അവൻ പാവം കാണുമ്പോൾ ഓടി വെടിവെക്കും. ഇത് ഇവർക്ക് കളിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് ഏതായാലും പാട്ട് കളിയാണ് എടുത്താൽ. നമ്മുടെ പ്ലാൻ വിജയിച്ചിരിക്കുന്നു. എല്ലാവരും ഞെട്ടി. എല്ലാവരും എടുത്തു നോക്കട്ടെ.